വെൽക്കം ബാക്ക് ടു ലാഫൻ. ഇന്നത്തെ സബ്ജക്റ്റ് മോട്ടോർ സ്കില്ലാണ്. മോട്ടോർ സ്കില്ലിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചിലർക്ക് നല്ല മോട്ടോർ സ്കിൽ ഉണ്ടാവും, ചിലർക്ക് മോട്ടോർ സ്കിൽ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ കുഞ്ഞുങ്ങളുടെ മോട്ടോർ സ്കിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് പറയാം. അപ്പോൾ മോട്ടോർ സ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ മസ്കുലർ പാർട്സിലുണ്ടാകുന്ന സ്ട്രെങ്ത്, സ്പീഡ്, ആക്യുറസി എന്നിവ കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന പ്രതിഭാസത്തിനെയാണ് മോട്ടോർ വൈദഗ്ധ്യം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈ ചെറിയ കുഞ്ഞുങ്ങളിൽ മോട്ടോർ സ്കിൽ നേരത്തെ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. കാരണം അവർക്ക് ഫ്യൂച്ചറിൽ നല്ല ഏകാഗ്രതയോടും നല്ല സ്ട്രെങ്ത്തും ഒക്കെ ഉണ്ടാവണമെങ്കിൽ അതുപോലെ ബുദ്ധിവികാസത്തിനും ഒക്കെ മോട്ടോർ സ്കിൽ ആവശ്യമാണ്. ഭാവിയിൽ അവർക്ക് എഴുതുവാൻ തുടങ്ങുന്ന സമയത്ത് എഴുത്തിനും അതേപോലെ ചിത്രങ്ങൾ വരയ്ക്കുവാനും മറ്റ് സ്പോർട്സ് ആക്ടിവിറ്റികൾ ചെയ്യുവാനും മറ്റ് ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന പല ജോലികൾക്കും അവർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റണമെങ്കിൽ നല്ല മോട്ടോർ സ്കിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളിൽ അതേപോലെ തന്നെ മോട്ടോർ സ്കിൽ രണ്ടായിട്ട് തിരിക്കാം. അതായത് ഗ്രോസ് മോട്ടോർ സ്കില്ലും ഫൈൻ മോട്ടോർ സ്കില്ലും. ഫൈൻ മോട്ടോർ സ്കില്ല് വളരെ കുഞ്ഞ് നമ്മുടെ വിരലുകൾ, കാലുകളുടെ വിരലുകളും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ചെറിയ മസിലുകളൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റികളാണ് അതിൽ വരിക. പിന്നെ ഇതിൽ ഗ്രോസ് മോട്ടോർ സ്കില്ലിൽ പ്രധാനമായും നമ്മുടെ സ്പോർട്സ് ആക്ടിവിറ്റികളൊക്കെ ഗ്രോസ് മോട്ടോർ സ്കില്ലിൽ വരുന്നതാണ്. അപ്പോൾ ഗ്രോസ് മോട്ടോർ സ്കില്ലിനെ കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. ഇപ്പോൾ ഞാൻ ഫൈൻ മോട്ടോർ സ്കില്ലിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഫൈൻ മോട്ടോർ സ്കിൽ കുഞ്ഞുങ്ങളിൽ എങ്ങനെ നമുക്ക് ദൈനംദിന ജീവിതത്തിലൂടെ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്ന് ആദ്യം നോക്കാം. നമുക്കിപ്പോൾ ഒരു ചെറിയ കുഞ്ഞിനെ നമുക്ക് നിരീക്ഷിച്ചാൽ കാണാൻ പറ്റും. കാരണം കുട്ടി ടോയ്സ് എടുക്കുന്നത് വളരെ കുഞ്ഞ്, ഞാൻ ഒരു 9-10 മന്തുള്ള കുഞ്ഞ് ടോയ്സ് എടുക്കുന്നത് 2 കൈയൊക്കെ വെച്ച് വളരെ പണിപ്പെട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക. നേരെ മറിച്ച് ഒരു 3 വയസ്സുള്ള ഒരു കുട്ടി എടുക്കുമ്പോൾ അത് വളരെ ഈസി ആയിട്ട് എടുത്തിട്ട് വരുന്നതാണ്. അപ്പോൾ അത് രണ്ടും തമ്മിൽ വെച്ചാൽ അവർ സ്വയം ആർജിച്ചെടുത്ത സ്കില്ലാണ്. അങ്ങനെ ആ സ്വയം കുട്ടികൾ ആർജിച്ചെടുക്കുന്നത് ഉണ്ട്. അതേപോലെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളും ഉണ്ട്. അതിലൊന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇപ്പോൾ 6 വയസ്സ് കഴിഞ്ഞ കുട്ടികളും മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് ചില പാരൻസുകളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്ക് കഴിക്കാനുള്ള ഒരു വൈദഗ്ധ്യം ഇല്ല. കാരണം വളരെ കുഞ്ഞുനാൾ തൊട്ടേ നമ്മൾ പാരൻസ് വാരിക്കൊടുത്ത് അവർക്ക് ശീലം ഉണ്ടാക്കി. കഴിവതും കുഞ്ഞുങ്ങൾക്ക് വാരിക്കൊടുക്കാതിരിക്കുക. അതായത് 1 വയസ്സ് കഴിഞ്ഞ കുട്ടി എന്ന് പറയുമ്പോൾ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഫുഡും കഴിക്കാനുള്ള ഒരു സ്റ്റേജിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരെ ഡൈനിങ് ടേബിളിൽ വെച്ച് തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ, അതായത് മുതിർന്നവർ എവിടെ വെച്ച് ഭക്ഷണം കഴിക്കുന്ന അതേ ഒരു സ്റ്റൈലിൽ ഭക്ഷണം കൊടുക്കാൻ താല്പര്യപ്പെടുക. കാരണം ആദ്യമൊക്കെ നിങ്ങൾക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചോറാണ് പ്രധാനമായിട്ട് അതിൽ വരുന്ന ഭക്ഷണം. ചോറ് ചെറിയ കുഞ്ഞിനെ സംബന്ധിച്ച് എടുത്ത് കഴിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ 5 വിരലുകളും യോജിപ്പിച്ച് എടുക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളത് ഉണ്ടാക്കി കൊടുക്കേണ്ട ഭാഗമായിട്ടാണ് പറയുന്നത്. ഒരു കുഞ്ഞ് തനിയെ ആദ്യം 1-2 അവരുടെ വയറ്റിൽ പോവുള്ളൂ. പിന്നെ കാലക്രമേണ അത് കൂടിക്കൂടി വരും. ഒരു 1.5 വയസ്സാകുമ്പോഴേക്ക് കുട്ടി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നത് കാണാം. അതൊരു 2 വയസ്സാകുമ്പോഴേക്ക് വളരെ നല്ല രീതിയിലും 3 വയസ്സാകുമ്പോഴേക്ക് ഏതാണ്ട് തറയിലും എവിടെയും വീഴാതെ നല്ല മുതിർന്ന ആൾ കഴിക്കുന്ന പോലെ വളരെ ഈസി ആയിട്ട് കഴിക്കുന്നത് കാണാൻ നമുക്ക് കഴിയും. അത് അവർക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം ഭയങ്കര വലുതാണ്. ആത്മവിശ്വാസമാണ് ഉണ്ടാകുന്നത്. കാരണം അവർ മുതിർന്നവരെ പോലെ ഭക്ഷണം കഴിക്കുന്നത് മാത്രമല്ല, അവർക്ക് ഫുഡ് കഴിക്കാൻ അവർ മടി കാണിക്കുകയും ചെയ്യില്ല. മിക്ക കുട്ടികളും വാരിക്കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കഴിവതും സ്ക്രീനിൻ്റെ മുന്നേ അങ്ങനെയൊന്നും കൊടുക്കരുത്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ സ്വയം കഴിക്കുന്ന രീതിയിലേക്ക് വരട്ടെ. അതേപോലെ തന്നെ പിന്നെ സ്പൂണ് വെച്ച് കഴിക്കുന്ന ഭക്ഷണം കാര്യങ്ങൾ സ്പൂണ് വെച്ച് കുട്ടിയെ കഴിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക. ഉദാഹരണം, ചെറിയ കുട്ടിയാണെങ്കിൽ നമ്മൾ കുറുക്കൊക്കെ കൊടുക്കുന്ന സമയമാണെങ്കിൽ കുട്ടി തന്നെ തനിയെ കഴിക്കുന്നത്, അതായത് 1 ഇയർ എബോ ഉള്ള കുട്ടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർ തനിയെ കഴിക്കാൻ ആദ്യം കുറച്ച് പണിയൊക്കെ ഉണ്ടാവും, പിന്നെ ക്രമേണ അത് തനിയെ കഴിക്കുന്ന സ്റ്റേജിലേക്ക് വരും. അതേപോലെ ഫ്രൂട്ട്സൊക്കെ വളരെ സ്മോളായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് നമുക്ക് ഫോർക്ക് കൊണ്ട് കുത്തിയെടുക്കാം. നല്ല ഹാൻഡ് ഐ കോർഡിനേഷനാണ് അവിടെ നടക്കുന്നത്. ഫോർക്ക് കൊണ്ട് കുത്തിയെടുത്തിട്ട് കഴിപ്പിക്കാൻ ശ്രമിക്കുക. അതേപോലെ ഗ്ലാസ്സിൽ വെള്ളമൊക്കെ അവർ തന്നെ, നമ്മൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല, അവർ തന്നെ എടുത്ത് കുടിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക. അതേപോലെ ഒന്നാണ് നമുക്ക് ബ്രഷ് ചെയ്യുക. പല്ല് തേക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് സാധാരണ മുതിർന്നവർ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുക. അത് ഫസ്റ്റ് അവരെ കൊണ്ട് ചെയ്യാൻ വേണ്ടി
പ്രാപ്തമാക്കുക. പിന്നെ മെല്ലെ മെല്ലെ മുതിർന്നവർ അതിന് ശേഷം ചെയ്തു കൊടുക്കുക. പിന്നെ മുതിർന്നവർക്ക് ഒഴിവാകും. കാരണം കുട്ടി ഒരു 3 വയസ്സാകുമ്പോഴേക്കും നല്ല പെർഫെക്റ്റായിട്ട് തേക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും. അതേപോലെ തന്നെ സോക്സ് ഇടുക, അതൊക്കെ നമുക്കൊരു 1.25 വയസ്സൊക്കെ ആകുമ്പോഴേക്കന്നെ കുട്ടി ചെയ്തു തുടങ്ങുന്ന ഒരു കാര്യമാണ്. കാരണം ആ സമയത്ത് അവർ ഫിംഗറും അവരുടെ കാലും കാലുവിരലുകളും ഒക്കെ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. അത് കുട്ടിക്ക് നല്ല സന്തോഷം കിട്ടുകയും ചെയ്യും, അതേസമയം അവർ നല്ല ഒരു സ്കില്ല് ഉണ്ടാക്കിയെടുക്കുകയും കൂടി ചെയ്യുന്നത്. അതേപോലെ പിന്നെ കുറച്ചുകൂടി മുതിർന്ന കുട്ടിയാണെങ്കിൽ ബട്ടൺസ് ഇടുക, അങ്ങനെയുള്ള ഡ്രസ്സ് തനിയെ ഇടുക. കാരണം 3 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുട്ടിക്ക് തനിയെ ചെറിയ ഡ്രസ്സുകളൊക്കെ തനിയെ ഇടാൻ തന്നെ. 2 വയസ്സ് കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ ചെറുതായിട്ട് ട്രൈ ചെയ്യും. അപ്പോൾ അതൊക്കെ അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയെയും നമ്മൾ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുക. കാരണം പ്രോത്സാഹനമാണ് കുട്ടിയെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. പിന്നെ മാത്രമല്ല അവർക്ക് നല്ല ഒരു പോസിറ്റീവ് എനർജിയാണ് അതിലൂടെ കിട്ടുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ആക്ടിവിറ്റികൾ നമുക്ക് ബോധപൂർവമായി സൃഷ്ടിച്ച് കൊടുക്കാം. അതിലൊന്നാണ് നമുക്ക് ഈ വാട്ടർ ബോട്ടിൽ വെള്ളം എടുത്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന രീതിയിലേക്ക് കുട്ടിയെ പ്രേരിപ്പിക്കുക. അതേപോലെ തിരിച്ചാക്കുക. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരിക്കും വെള്ളം വെച്ച് കളിക്കുക എന്ന് പറഞ്ഞാൽ. ഇഷ്ടമില്ലാത്തൊരു കുട്ടി പോലും ഉണ്ടാവില്ല. അപ്പോൾ ചെറിയ ഗ്ലാസ്സിൽ നിന്ന് ബോട്ടിലിൻ്റെ ആ ചെറിയ വായ്ഭാഗം, വലിയ ഗ്ലാസിൻ്റെ കുറച്ചൊരു വലിയ വായ്ഭാഗമായിരിക്കും, അപ്പോൾ ബോട്ടിലിൻ്റെ ചെറുതായിരിക്കും, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് പരിശീലിപ്പിക്കും. ആദ്യമൊക്കെ പുറത്തൊക്കെ മറയും, പിന്നെ മെല്ലെ ക്രമേണ ശരിയായി വരും. അതൊരു 3 വയസ്സ് ആ ഒരു ഏജിലുള്ള കുട്ടിയെ പ്രാക്ടീസ് ചെയ്യിക്കുന്നതായിരിക്കും നല്ലതാണ്. അതിലും ചെറിയ കുട്ടിക്ക് അതൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പിന്നെ അതേപോലെ ഏറ്റവും നല്ലൊരു ആക്ടിവിറ്റി മിക്കവാറും എല്ലാ കുട്ടികളുടെ കയ്യിലും കാണുന്നതാണ് ബിൽഡിംഗ് ബ്ലോക്സ് വെച്ച് അവരെ സ്റ്റാക്ക് ചെയ്യുന്നത്. അതൊരു ആക്ടിവിറ്റി. അത് ഒരുപാട് ഇതുള്ള ആക്ടിവിറ്റികൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ബിൽഡിംഗ് ബ്ലോക്സ്. കുട്ടികളെ കളർ പഠിപ്പിക്കാനും ഒക്കെ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ബ്ലോക്സ് വെച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ യോജിപ്പിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ അത് വേർപെടുത്തുക കുറച്ച് ബുദ്ധിമുട്ടാണ് കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ അത് പിന്നെ വേർപെടുത്താൻ ആദ്യം പരിശീലിപ്പിക്കുക. ഒരു 3 years ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ലഘു പോലുള്ള കുഞ്ഞായിട്ടുള്ള ഇത് മേടിച്ചു കൊടുക്കുക. എന്നിട്ട് അതും ഇതുപോലെ വേർപെടുത്താൻ വേണ്ടി അവരെ ട്രൈ ചെയ്യിക്കുക. പക്ഷേ പറ്റില്ല. 3 വയസ്സിലുള്ള കുട്ടിക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇപ്പോൾ ശങ്കരിക്കൊന്നും മിക്കവാറും ചിലത് അവൾ ചെയ്യുന്നുണ്ട്, ചിലത് പറ്റുന്നില്ല. പക്ഷേ ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ട്രൈ ചെയ്താകുമ്പോൾ അവർ ആ സ്കില്ല് അവർ നേടിയെടുക്കും. പിന്നെ ഒരു ആക്ടിവിറ്റി ഉള്ളതാണ് നമ്മൾ ഈ എന്തെങ്കിലും ഒരു പേപ്പറിൽ നന്നായിട്ട് എന്തെങ്കിലും വരയ്ക്കുക, എന്തെങ്കിലും ഷേപ്സോ എന്തെങ്കിലും ആവട്ടെ അത് വരയ്ക്കുക. നമുക്ക് ഷേപ്സൊക്കെ പഠിപ്പിക്കാൻ നല്ലതാണ്. ഷേപ്സൊക്കെ വരച്ച് അതുപോലെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുക. സിസർ അതിന് പേപ്പർ കത്രിക തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട്, കുറച്ച് മുതിർന്നിട്ടാകുമ്പോൾ സാധാരണ കത്രിക കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ അതുപോലെ വളരെ നല്ല ഒരു ഇതാണ് ക്രയോൺ വെച്ചിട്ടുള്ള കുത്തിവര. അതൊരു 1.5 വയസ്സ് തൊട്ട് തുടങ്ങേണ്ട ഒരു കാര്യമാണ്. 1.5 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് അവർ വരയ്ക്കുക. ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരിക്കും കുട്ടികൾക്ക് കുത്തിവര. അപ്പോൾ അതിന് വേണ്ടി ട്രൈ ചെയ്യുക. 1.5 വയസ്സുള്ള കുട്ടിക്ക് കൊടുക്കുമ്പോൾ എല്ലാം വായിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ശീലമുള്ള കുട്ടിയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. അതത്ര നല്ലതല്ല വയറ്റിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ കൈയൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കി കൊടുക്കുക. അത് കുട്ടികൾക്ക് ഭാവിയിൽ വരക്കുവാനും എഴുതുവാനുള്ള ഒരു ഗ്രിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ളതാണ് ഈ ക്രയോൺ വെച്ചിട്ടുള്ള കുത്തിവര. ക്രയോണിൽ നിന്ന് മെല്ലെ കാലക്രമേണ കളർ പെൻസിലുകൾ നൽകാം. പിന്നെ പെൻസിലിലേക്ക് അവർ സ്കൂൾ കാലഘട്ടത്തിലേക്ക് അവർ പെൻസിലിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. പിന്നെ നമുക്കൊന്ന് ചെയ്യാനുള്ളത് പ്ലേഡോ പോലുള്ളത്. അത് നമുക്ക് ആദ്യം ചെറിയ ബോളുകൾ ഉണ്ടാക്കുക. ഇങ്ങനെ വിരലുകൾ ഉപയോഗിച്ച് ചെറിയ ബോളുകൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ബോളുകൾ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ റോൾ ചെയ്യാൻ പഠിപ്പിക്കുക. നമ്മൾ ചപ്പാത്തിയൊക്കെ റോൾ ചെയ്യുന്ന പോലെ റോൾ ചെയ്യാൻ പഠിപ്പിക്കുക. ഷേപ്പുകൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കുക. അതിനുള്ള മോൾഡുകളൊക്കെ പ്ലേഡോൻ്റെ കൂടെ തന്നെ കിട്ടുമെന്നാണ് തോന്നുന്നത്. ഇല്ലെങ്കിൽ അങ്ങനെയുള്ള മോൾഡുകൾ വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ചിട്ട് കുട്ടികൾക്ക് ഷേപ്പുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അവരത് നന്നായിട്ട് എൻജോയ് ചെയ്യുകയും കൂടി ചെയ്യും. അത് തന്നെ പ്ലേഡോ തന്നെ അത്ര സിന്തറ്റിക് ക്ലേ ഒക്കെ അത്ര അധികം നല്ലതൊന്നുമല്ല. കുട്ടികളുടെ വയറ്റിലൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ദോഷമാണ്. അപ്പോൾ നമുക്ക് പകരമായിട്ട് ഒന്ന് കിട്ടാവുന്ന ഒന്നാണ് നീഡിൽ എറേസർ എന്ന് പറഞ്ഞിട്ട് ഈ ആർട്ടിസ്റ്റുകൾ ഉപയോഗിക്കുന്നത്. കാരണം അത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. കാരണം അത് ഒരു 2-3 years വരെയൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനും അതേപോലെ പല ഷേപ്പുകൾ ഉണ്ടാക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും.
അപ്പോൾ അതാണ് കുറച്ചുകൂടി ക്ലൈനാക്കാണെങ്കിൽ നല്ലത്. അതൊന്നും അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ മൈദ വെച്ചു ഫുഡ് കളറൊക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങനെയും ഉണ്ടാക്കിയിട്ട് കൊടുക്കാം. അതെങ്ങനെയായാലും നിങ്ങളുടെ ഇഷ്ടം പോലെ. അതൊക്കെ നല്ല ആക്ടിവിറ്റീസാണ്. പിന്നെ കുറച്ചുകൂടി മുതിർന്ന കുട്ടിയാണെങ്കിൽ സൂചിയിൽ നൂല് കോർക്കുന്ന ആ ഒരു രീതി, അത് ഭയങ്കര കുട്ടികൾ എൻജോയ് ചെയ്യുന്നതാണ്. അത് കുറച്ചുകൂടി വലിയ കുട്ടികൾക്കേ നടക്കുള്ളൂ. അതേപോലെ തന്നെ പിന്നെ വലിയ കുട്ടികൾക്കാണെങ്കിൽ ഈ ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഈ ഫ്രൂട്ട് ബാസ്ക്കറ്റ്, നെറ്റുള്ള ബാസ്ക്കറ്റുകൾ ഉണ്ടാവില്ലേ, അതിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് നൂല് കോർത്തിട്ട് മറ്റേ സൈഡിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ഒരു വീവിങ് സ്റ്റൈലിൽ ചെയ്യിക്കാം. അതും അവരുടെ ഹാൻഡ് ഐ കോർഡിനേഷന് വളരെ നല്ലതാണ്. പിന്നെ ഒന്ന് ചെയ്യാനുള്ളതാണ്, പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ മൗസ് ഉപയോഗിച്ച് കുട്ടികൾ ഇപ്പോൾ ഒരു ഫോൾഡർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ ഫോൾഡറിൽ നിങ്ങൾ എന്തെങ്കിലും സേവ് ചെയ്യുക, കുട്ടികളുടെ ഫോട്ടോ വീഡിയോ, അതെടുക്കാൻ വേണ്ടി അവരെ പഠിപ്പിച്ചു കൊടുക്കുക. അതേപോലെ ഷട്ട് ഡൗൺ ചെയ്യാൻ പഠിപ്പിക്കുക. അതൊക്കെ നമുക്ക് കുട്ടികൾക്ക് നല്ല ഹാൻഡ് ഐ കോർഡിനേഷൻ കിട്ടുന്നതാണ്. അതേപോലെ പിന്നെ ചെയ്യാവുന്നതാണ്, നമുക്ക് ഈ ന്യൂസ് പേപ്പറുകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറൊക്കെ കട്ട് ചെയ്തിട്ട് അതിങ്ങനെ ഉരുട്ടി ബോൾ ഉണ്ടാക്കുക ഇങ്ങനെ. അതേപോലെ ചെറിയ കുഞ്ഞു ആയിരിക്കുമ്പോൾ തന്നെ അവർ പിടിച്ച് പല സ്ഥലത്തും കയറാനൊക്കെ ശ്രമിക്കും. അപ്പോൾ അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കരുത്. നമ്മൾ ശ്രദ്ധിച്ച് കുട്ടികളെ അത് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കുകയാണ് വേണ്ടത്. ഒരിക്കലും അവരെ നിരുത്സാഹപ്പെടുത്തരുത്. ഒരു കാര്യം ചെയ്യാനുള്ളത്, നമ്മൾ ഈ ടയർ കിട്ടുമല്ലോ, അല്ലെങ്കിൽ ഹൂള ഹൂപ്പ് റിങ്, അതേതെങ്കിലും ദൂരത്ത് വെച്ചിട്ട് ചെറിയ ബോളുകളോ ചെറിയ എന്തെങ്കിലും നമുക്ക് അതിനകത്ത് കൊള്ളിക്കാൻ പറ്റും. നമ്മൾ ബാസ്ക്കറ്റ് ബോൾ ചെയ്യുന്ന പോലെ തന്നെ അത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ബാസ്ക്കറ്റ് ബോൾ അത്ര നടക്കുന്ന കാര്യമല്ല. അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ കാര്യം പറഞ്ഞാൽ അവരെ അതിലേക്ക് എറിഞ്ഞ് പരിശീലിപ്പിക്കുക. ഈ ഫൈൻ മോട്ടോർ സ്കില്ലിന് വേണ്ടിയിട്ടുള്ള ഒരുവിധം ആക്ടിവിറ്റീസുകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.